എൻ്റെ പേര് അമൽ. ഞാനിവിടെ കളവങ്കോടം EVN തിയേറ്ററിൻ്റെ സൈഡിലാണ് ഞങ്ങളുടെ വീട്. ഇവിടെ സോളാർ വെച്ചതിൻ്റെ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒരു 3 മാസമായി സോളാർ വെച്ചിട്ട്. വെക്കണതിലോട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ KSEBന്ന് കണ്ടിന്യൂസ് ആയിട്ട് പത്രത്തിൽ എപ്പോഴും കറണ്ടിൻ്റെ റേറ്റ് കൂട്ടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എപ്പോഴും പറയുന്നുണ്ട്. അതൊക്കെ കൺസേൺ ആയപ്പോൾ ഏകദേശം ഞങ്ങൾക്കൊരു 2500 ആ ഒരു റേഞ്ചിലോട്ടൊക്കെ ഞങ്ങൾ ഈ വീടിന് ശേഷം നമ്മൾ പല സാധനങ്ങൾ വാങ്ങി വന്നപ്പോൾ കറണ്ട് ബില്ല് കൂടി വരുന്നുണ്ടായിരുന്നു. അതാണ് സോളാർ വെക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചത്. അപ്പം അങ്ങനെ ആലോചിച്ച് വന്നപ്പോഴാണ് 1-2 പാർട്ടികളെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തായിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ ഏറ്റവും അടുത്ത് തന്നെ സെഡ്ന ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ നമ്മുടെ ഏറ്റവും ഫീസിബിളായിട്ട് നമുക്ക് ആക്സസിബിളായിട്ട് സെഡ്ന അവിടെ ഉള്ളപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് അന്വേഷിച്ചു. അവരത് വളരെ നന്നായിട്ട് തന്നെ അവരത് ചെയ്തു തന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ അന്വേഷിച്ചത് നമ്മുടെ അടുത്ത് തന്നെ ഉള്ളതാകുമ്പോൾ നമുക്ക് അതിൻ്റെ സർവീസും കാര്യങ്ങളും ബെറ്റർ ആയിട്ട് തന്നെ കിട്ടുമെന്നുള്ളതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ. അതുകൊണ്ടാണ് നമ്മൾ സെഡ്നെ കോൺടാക്ട് ചെയ്യാൻ കാര്യം. ഇപ്പോൾ വെച്ചൊരു 6 മാസം ആകുമ്പോഴാണ് ഫസ്റ്റത്തെ സർവീസ് വരുന്നതെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വെച്ചിട്ടൊരു 3 മാസം കഴിഞ്ഞു, 4 മാസത്തിനോട് അടുക്കുന്നു. പിന്നെ ഇതുവരെയുള്ള ബില്ലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബേസിക് എമൗണ്ട് ആയിട്ടുള്ള ഒരു 170 ഒരു മീറ്റർ റെൻറ്റും കാര്യങ്ങളുമായിട്ട് KSEBന്ന് വരുന്നുണ്ട്. അത് മാത്രമേ നമുക്ക് KSEBിലോട്ട് അടക്കേണ്ട കാര്യമുള്ളൂ. അതിൽ തന്നെ ലാസ്റ്റ് മന്ത് ഒരു എക്സ്ട്രാ എമൗണ്ട് അവിടെ 170 കിടന്നു വെച്ചുകൊണ്ട് നമുക്ക് ഒന്നും തന്നെ അടക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഒരു എക്സസ് എമൗണ്ട് ഇപ്പോൾ ലാസ്റ്റ് മെയ്യിൽ അത് ക്ലോസ് ആയപ്പോൾ ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത പറഞ്ഞത് ഒരു 580 യൂണിറ്റോളം നമുക്ക് എക്സസ് അവിടെ കിടപ്പുണ്ട്. അത് നമ്മൾ ഈ ഇതിൽ നമുക്ക് ക്രെഡിറ്റ് ആകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് യൂണിറ്റ് ഇപ്പോൾ വളരെ കുറച്ചാണ് വരുന്നത്. പക്ഷേ അതുകൊണ്ടല്ല ഞങ്ങൾ സോളാർ വെച്ചാൽ നമ്മളിനി ഒരു ഇലക്ട്രിക് വണ്ടി വാങ്ങാനും അതിനൊക്കെയുള്ള പ്ലാനുണ്ട്. അപ്പോൾ 3 kW യൂണിറ്റാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് 4 kW യൂണിറ്റ് വരെ അപ്ഗ്രേഡ് ചെയ്യാവുന്ന രീതിയിലുള്ള സിസ്റ്റമാണ് വെച്ചിരിക്കുന്നത്. ഓൺ ഗ്രിഡ് സിസ്റ്റമാണ് വെച്ചിരിക്കുന്നത്. അത് തന്നെ ബെറ്ററായിട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അറിയാം. നമുക്ക് 1 ഇയർ ഫുൾ കംപ്ലീറ്റ് ആയാലും നമുക്ക് ഫുള്ളായിട്ട് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇത്രത്തോളം നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്.